ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാലും നമ്മൾ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ നെടുമങ്ങാടുള്ള റാന്തൽ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കൊല്ലത്തെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് ഈവനിങ്ങിൽ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പം അതിന് മുമ്പ് മീൽസ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തായാലും ഒരു ഫിഷ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിഷ് ഫ്രൈയുടെ മസാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾ നെടുമങ്ങാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ റാന്തൽ റെസ്റ്റോറൻറ്റിൽ നല്ല മീൽസും അവിടുത്തെ ഫിഷ് ഫ്രൈയും ഫിഷ് മസാലയൊക്കെ കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പം ഞാനൊരു അയലയും ചിന്നും ഒരു ചാളയുമാണ് കേട്ടോ, ചാള ഫ്രൈ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് കേട്ടോ. നമ്മൾ കൊല്ലംകാർ ചാള ഫ്രൈ എന്ന് പറയും കേട്ടോ, പക്ഷേ ട്രിവാൻഡ്രത്ത് അത് എന്തുവാണ് മത്തി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഓരോ സ്ഥലത്തും ഈ ഫിഷിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ദാണ്ട് ഈവനിങ് വീട്ടിലൊക്കെ എത്തി കേട്ടോ. അതൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ എന്തായാലും നമ്മൾ ദാണ്ട് ആർക്കയിൽ എത്തിയിരിക്കാണ് കേട്ടോ. ഞാനും അമ്മയും ചിന്നുവും കൂടാണ് കേട്ടോ വന്നത്. അപ്പോൾ അമ്മയുടെ അളവ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊരു യെല്ലോ ചുരിദാർ എടുത്ത് നമുക്ക് കാണിച്ചു തരും, ഈ അളവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മയ്ക്ക് അളവൊക്കെ കിട്ടിയിട്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ കാലൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അവിടെ പോയി ഒരിടത്ത് പോയി ഇരുന്നിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഒരു സ്കൈ ബ്ലൂ കളർ ചുരിദാറായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് എൻഗേജ്മെൻറ്റിന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് എന്തായാലും ട്രയൽ ചെയ്യാൻ വേണ്ടി പോവാം. ഇതാണ് കേട്ടോ അവസാന ലുക്ക്. അമ്മയ്ക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ, ജസ്റ്റ് ഓൾട്രേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അതെന്തായാലും ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പോയി നമ്മുടെ ബാംഗിൾസിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻഗേജ്മെൻറ്റിന് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു റാണി പിങ്ക് ചുരിദാറാണ് ഇന്ന് കേട്ടോ എടുത്തിരുന്നത്, ഒരു പാർട്ടി വെയർ. അപ്പോൾ അതിന് എനിക്കൊരു കമ്മൽ വാങ്ങണമായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കുവാണ്. അവിടെ ഒരുപാട് ബാംഗിൾസും കമ്മൽസും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പെണ്ണുങ്ങളെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്മളെവിടെ ഇത് കണക്കത്തെ സാധനങ്ങൾ കണ്ടാൽ നമ്മളൊന്ന് നോക്കാതെ പോലും ആരും പോകത്തില്ല അല്ലേ. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കൊല്ലത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ആർക്കെ വെഡ്ഡിങ് മോളിൽ നിങ്ങൾ എന്തായാലും ഈ ഫാൻസി സെക്ഷനിൽ പോയിട്ട് എന്തായാലും അത് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോൾ കൊല്ലത്ത് പോയാലും ആർക്കെ പോവാതെ ഒരു ദിവസം പോലും ഇരിക്കത്തില്ല കേട്ടോ. അങ്ങനെയല്ല, കൊല്ലത്ത് വീട്ടിൽ പോയാൽ മാത്രമല്ല, അത് എല്ലാ ദിവസവും ഷോപ്പിൽ പോകുന്നല്ല കേട്ടോ. നമ്മുടെ ചേച്ചിയാണ് കേട്ടോ നമ്മളെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ചേച്ചി ഞങ്ങളോട് ഏകദേശം ഒരു ഹാഫ് ആൻ അവറോളം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവിടെ നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചേച്ചി എന്തായാലും നമ്മളെ ഡ്രസ്സിന് പറ്റിയ കളറൊക്കെ ചേച്ചി നല്ലപോലൊക്കെ തപ്പിയൊക്കെ എടുക്കണം. എന്തായാലും അവസാനം എന്തായാലും ഏതൊക്കെയോ കളറൊക്കെ താണ്ട് തപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തപ്പി എടുത്തതാണ് കേട്ടോ ഈ ഇരിക്കുന്ന 2 കമ്മലുകളും. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ കമ്മലിൻ്റെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഈ കമ്മലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ, സീ യു.